കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ സ്മാരകം എന്ന കവിത വളരെ വിശദമായി പഠിച്ചുവല്ലോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ കവിതയിലെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണും. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം? കണ്ടെത്തി എഴുതുക. ഉത്തരം: അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണമെന്ന് കവി പറയാൻ കാരണം അതിന്റെ എളിയതും എന്നാൽ മഹത്തായതുമായ ദൗത്യം കൊണ്ടാണ്. ആകാശത്തിലൂടെ ഉയരത്തിൽ പറക്കാൻ ആവശ്യമായ ചിറകുകളോ, പക്ഷികളെ പോലെ ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യമോ, വിശാലമായ ആകാശമോ അപ്പൂപ്പൻ താടിക്ക് സ്വന്തമല്ല. എങ്കിലും ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ ഒരു വിത്തിനെ മടിയിൽ വെച്ചുകൊണ്ട് അത് വായുവിൽ പാറി പറക്കുന്നു. താൻ കൊണ്ടുപോകുന്ന ഈ വിത്ത് ഭാവിയിൽ എവിടെയെങ്കിലും വീണ് മുളയ്ക്കുമെന്നോ, അതിന്റെ തണലിൽ നാളെ മറ്റൊരാൾ വന്നിരുന്ന് വിശ്രമിക്കുമെന്നോ ഉള്ള വലിയ അവകാശവാദങ്ങളോ അറിവുകളോ അതിനില്ല. ഇത്തരം അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് ആകാശത്തിലേക്ക് ഉയരുന്നത്. വലിയ അഹങ്കാരങ്ങളൊന്നുമില്ലാതെ സ്വന്തം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ജീവനെ ഭൂമിക്ക് സമ്മാനിക്കാൻ അത് നടത്തുന്ന ധീരവും എളിയതുമായ പരിശ്രമത്തിലാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി ഒരു വിനീതമായ ശ്രമമായി വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിന്റെ പൊരുൾ ചർച്ച ചെയ്യുക. ഉത്തരം: ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള ആഴമേറിയ സ്നേഹവും വാത്സല്യവും കരുതലുമാണ് ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത്. സ്വന്തമായ ചിറകുകളോ ആവശ്യപ്പെടാൻ ഒരിടമോ ഇല്ലാതിരുന്നിട്ടും അപ്പൂപ്പൻ താടി ആകാശത്തിലൂടെ പറക്കുന്നത് സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല. പകരം ഒരമ്മ കുഞ്ഞിനെന്ന പോലെ തന്റെ മടിയിൽ സൂക്ഷിച്ചു ഇരിക്കുന്ന വിത്തിനെ സുരക്ഷമായി മറ്റൊരു മണ്ണിൽ എത്തിക്കാനാണ്. നാളെ ഒരു വലിയ മരമായി വളരേണ്ട ആ ജീവന്റെ പ്രതീകത്തെയാണ് അത് നെഞ്ചോട് ചേർക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ജീവന്റെ തുടർച്ചയ്ക്കായിട്ടുള്ള എളിയ ശ്രമത്തെയുമാണ് കവി ഈ മനോഹരമായ പ്രയോഗത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം എന്ന് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം എന്ന് കവി വിശേഷിപ്പിക്കാൻ പ്രധാന കാരണം അതിന്റെ എളിയ സ്വഭാവവും പരിമിതികളുമാണ്. പറക്കാൻ ആവശ്യമായ ചിറകുകളോ, ദേശാന്തര ഗമനം നടത്താനുള്ള വിധിയോ, സ്വന്തമായ ഒരു ആകാശമോ അപ്പൂപ്പൻ താടിക്കില്ല. എന്നാൽ ഈ പ്രകൃതിദത്തമായ പരിമിതികളെല്ലാം നിലനിൽക്കുമ്പോഴും യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെ അത് ആകാശത്തോട് പറന്നുയരുന്നു. തന്റെ മടിയിൽ ഒരു കുഞ്ഞിനെന്ന പോലെ കാത്തു സൂക്ഷിക്കുന്ന വിത്തിനെ സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കുക എന്ന നിസ്വാർത്ഥമായ ലക്ഷ്യം മാത്രമാണ് അതിനുള്ളത്. വലുപ്പച്ചെറുപ്പങ്ങളോ അഹംഭാവമോ ഇല്ലാതെ പ്രതികൂല സാഹചര്യങ്ങളെ പോലും വകവെക്കാതെയുള്ള അപ്പൂപ്പൻ താടിയുടെ ഈ യാത്ര അങ്ങേയറ്റം വിനയവും ലളിതവുമായ ഒരു ശ്രമമാണ് എന്ന് കവി സമർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം: ഒരു വിത്തിന്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിത യാത്രയുമായി ആവിഷ്കരിക്കുകയാണ് കവി. ഈ പ്രസ്താവനയുടെ സാധ്യത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിൽ പ്രകൃതിയെ ഒരു ചെറിയ വിത്തിന്റെ യാത്രയെ മനുഷ്യന്റെ മഹത്തായ ജീവിത യാത്രയുമായി കവി മനോഹരമായി താരതമ്യം ചെയ്യുന്നു. അപ്പൂപ്പൻ താടിയുടെ മടിയിലിരുന്ന് സ്വന്തമായി ചിറകോ ആകാശമോ ഇല്ലാതെ കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് സഞ്ചരിക്കുന്ന വിത്തിന്റെ യാത്ര വളരെ വിനീതമാണ്. നാളെ തന്റെ മടിയിലെ വിത്ത് വലിയൊരു മരമായി വളരുമെന്നോ, അതിന്റെ തണലിൽ മനുഷ്യർ വന്നിരുന്ന് വിശ്രമിക്കുമെന്നോ ഉള്ള വലിയ ചിന്തകളോ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളോ അപ്പൂപ്പൻ താടിക്കില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവ് ഉള്ളത് കൊണ്ടാണ് അതിന് സ്വതന്ത്രമായി പറക്കാൻ കഴിയുന്നത്. മനുഷ്യ ജീവിതത്തിൽ അനാവശ്യമായ ചിന്താഭാരങ്ങളും അഹങ്കാരവും ഒഴിവാക്കിയാൽ ജീവിതം കൂടുതൽ ലളിതവും മനോഹരവുമാകുമെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. ഈ എളിയ യാത്ര ഒടുവിൽ അവസാനിക്കുന്നത് മണ്ണിലാണ്. അവിടെ ആരും അറിയാതെ വീഴുന്ന വിത്ത് പിന്നീട് ഒരു വലിയ മരമായി വളർന്നു പന്തലിക്കുകയും മറ്റുള്ളവർക്ക് തണലും ഫലവും നൽകുകയും ചെയ്യുന്നു. മനുഷ്യർ തങ്ങളുടെ പേര് നിലനിർത്താൻ കല്ലിൽ കൃത്രിമ സ്മാരകങ്ങൾ പണിയുമ്പോൾ ലോകത്തിന് നന്മ ചെയ്യുന്നതാണ് യഥാർത്ഥ സ്മാരകം എന്ന് കവി സമർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ, വിനയത്തോടെ തുടങ്ങി പ്രതിസന്ധികളെ അതിജീവിച്ച് മറ്റുള്ളവർക്ക് തണലായി മാറുന്ന വിത്തിന്റെ പ്രയാണം മനുഷ്യന്റെ മഹത്തായ ജീവിതയാത്രയുടെ നേർചിത്രം തന്നെയാണ്. അടുത്ത ചോദ്യം: എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. സോക്രട്ടീസ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. വീരാൻകുട്ടി. സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാ ഭാഗവും താരതമ്യം ചെയ്യുക. ഉത്തരം: തത്വചിന്തകനായ സോക്രട്ടീസിന്റെ പ്രസ്താവനയും വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിലെ വരികളും തമ്മിൽ ആഴമേറിയ ആശയ സാദൃശ്യമുണ്ട്. എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവിലാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന സോക്രട്ടീസിന്റെ വാക്കുകൾ അഹംഭാവമില്ലായ്മയും വിനയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതേ ആശയത്തെയാണ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്ന് കവി അപ്പൂപ്പൻ താടിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. തനിക്ക് വലിയ അറിവുണ്ടെന്ന ഭാരവും അഹങ്കാരവും പേറുന്ന മനുഷ്യന് സ്വന്തമായി ചിന്തിക്കാനോ ഉയരങ്ങളിലേക്ക് പറക്കാനോ സാധിക്കില്ല. എന്നാൽ തനിക്കൊന്നും അറിവില്ലെന്ന തിരിച്ചറിവും എളിമയും ഉള്ളവർക്ക് ജീവിതത്തിൽ ഭാരങ്ങൾ ഉണ്ടാവില്ല. അപ്പൂപ്പൻ താടി തന്റെ പരിമിതികളെ കുറിച്ചോ ഭാവിയിലെ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ചോ ചിന്തിച്ച് ഭാരപ്പെടാതെ വിനയത്തോടും സ്വതന്ത്രമായി പറന്നുയരുന്നത് ഈ ജ്ഞാനത്തിന്റെ ഭാരമില്ലായ്മ കൊണ്ടാണ് എന്ന് രണ്ട് ആശയങ്ങളും സമർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം: ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി.
ടി.പി. രാമചന്ദ്രൻ. ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ഉത്തരം: മലയാളത്തിലെ പ്രമുഖ കവിയായ വീരാൻകുട്ടിയുടെ അങ്ങേയറ്റം ലളിതവും ദാർശനികവുമായ ഒരു കവിതയാണ് സ്മാരകം. പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ഘടകമായ അപ്പൂപ്പൻ താടിയുടെ യാത്രയെ മുൻനിർത്തി ജീവിതത്തിന്റെ വലിയൊരു തത്വചിന്തയാണ് കവി ഇതിൽ അവതരിപ്പിക്കുന്നത്. പറക്കാൻ ആവശ്യമായ ചിറകുകളോ ദേശാന്തര ഗമനം നടത്താനുള്ള വിധിയോ സ്വന്തമായ ഒരു ആകാശമോ അപ്പൂപ്പൻ താടിക്കില്ല. എന്നാൽ ഈ പ്രകൃതിദത്തമായ പരിമിതികളെല്ലാം നിലനിൽക്കുമ്പോഴും യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെ അത് ആകാശത്തേക്ക് പറന്നുയരുന്നു. തനിക്കൊന്നും അറിയില്ലെന്ന എളിമയും അറിവില്ലായ്മയുടെ ഭാരക്രവുമാണ് അതിനെ സ്വതന്ത്രമായി പറക്കാൻ സഹായിക്കുന്നത്. ഒരു അമ്മ കുഞ്ഞനെന്ന പോലെ തന്റെ മടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിത്തിനെ സുരക്ഷിതമായി മറ്റൊരു മണ്ണിൽ എത്തിക്കാനാണ് അത് ശ്രമിക്കുന്നത്. ഒടുവിൽ അത് വീണു പോകുന്നിടത്ത് ആരും അറിയാതെ നാളെ ഒരു വലിയ മരം ഉയർന്നു വരുന്നു. സ്വന്തം ജീവിതം അവസാനിക്കുമ്പോഴും വരും തലമുറകൾക്കായി ഒരു മരത്തെ മാറ്റിവെക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ഈ ത്യാഗം ജീവിതത്തിന്റെ ഏറ്റവും മഹത്തായ മൂല്യമാണ്. ടി.പി. രാമചന്ദ്രന്റെ ലളിതം എന്ന കവിതയിലെ "ഇവിടെയുണ്ട് ഞാൻ" എന്നറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി എന്ന വരികൾ സ്മാരകം എന്ന കവിതയുടെ അന്തസത്തയോട് ചേർന്ന് നിൽക്കുന്നവയാണ്. വലിയ അവകാശവാദങ്ങളോ വലിയ കോട്ടകളോ പണിതുയർത്തി വേണമെന്നില്ല ഒരാൾ തന്റെ സാന്നിധ്യം ലോകത്തെ അറിയിക്കാൻ. കുയിലിന്റെ ഒരു ലളിതമായ കൂവൽ പോലെ, അപ്പൂപ്പൻ താടിയുടെ എളിയവും ധീരവുമായ യാത്ര പോലെ ലളിതമായ കാര്യങ്ങളിലൂടെയും ജീവിതം മനോഹരമാക്കാം. വലിയ അവകാശവാദങ്ങളോ വലിയ കോട്ടകളോ പണിതുയർത്തി വേണമെന്നില്ല ഒരാൾ തന്റെ സാന്നിധ്യം ലോകത്തെ അറിയിക്കാൻ. കുയിലിന്റെ ഒരു ലളിതമായ കൂവൽ പോലെ, അപ്പൂപ്പൻ താടിയുടെ എളിയവും ധീരവുമായ യാത്ര പോലെ ലളിതമായ കാര്യങ്ങളിലൂടെയും ജീവിതം മനോഹരമാക്കാം. സ്വന്തം സാന്നിധ്യം ലോകത്തെ അറിയിക്കാൻ വലിയ ആർഭാടങ്ങളുടെ ആവശ്യമില്ലെന്നും വിനീതത്തോടുള്ള ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും രണ്ട് കവിതകളിലും ഒരേപോലെ ഓർമ്മിപ്പിക്കുന്നു. വലിയ സ്മാരകങ്ങൾ പണിയുന്ന മനുഷ്യർക്ക് മുന്നിൽ ഒടുവിൽ താൻ വീഴുന്നിടത്ത് ഒരു മരത്തെ മുളപ്പിച്ചുകൊണ്ട് പ്രകൃതി തീർക്കുന്ന ജീവനുള്ള സ്മാരകമാണ് ഏറ്റവും വലുതെന്ന് കവിത സമർത്ഥിക്കുന്നു. ലളിതമായ പദാവലികളും മനോഹരമായ ബിംബങ്ങളും കവിതയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്ലാസുകൾക്കായി ഇപ്പോൾ തന്നെ പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.